അയ്യോ അയ്യോ അയ്യോ, ഇതിപ്പോ എങ്ങനെ എടുക്കും? ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് നമ്മുടെ മുഖമൊക്കെ ഒന്ന് വെള്ളത്തിട്ട് പാറിക്കാം. അതാണ് അതിന് ഞാൻ എടുത്തേക്കുന്നത് ഇൻസ്റ്റാ ഗ്ലോ വൈറ്റനിങ് ഫെയർനെസ് ആൻഡ് സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെന്റ് കിറ്റ്. ഇതാണ് സംഭവം. 8 ഉണ്ട് കേട്ടോ. അതിന് 8 ഉണ്ട്. ഓരോന്നും ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് അഡ്വാൻസ് ക്ലെൻസർ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് കേട്ടോ. നമ്മുടെ കഴുത്തും ഒപ്പം ചെയ്യാൻ മറക്കരുത്. ഈ ഫേഷ്യൽ കിറ്റ് ഞാൻ ഓൺലൈനിൽ നിന്നല്ല പർച്ചേസ് ചെയ്തത്. ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ അമ്മ സെയിൽസ് സ്റ്റാഫായി നിൽക്കുന്ന ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അടുത്തതൊരു പീൽ ഓഫ് മാസ്ക്. 2 പീൽ. അപ്പോൾ ഷോപ്പിൻ്റെ പേര് വരുന്നത് ഫാഷൻ ഹൗസാണ്. പാവർട്ടിയിലാണ് കേട്ടത് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്താൽ മതി. പിന്നെ അവിടുത്തെ മാഡം തന്നെയാണ് എനിക്കിത് റെക്കമെൻഡ് ചെയ്തത് യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാൻ വേണ്ടി. ഇതൊരു നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പീൽ ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു സംഭവം പറിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഹെയർ ഒരിക്കലും പെടരുത് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ മുഖത്ത് ഈ ഒരു മാസ്ക് ഇടാനായിട്ട്. അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ ബേബി ഹെയർസൊക്കെ പറഞ്ഞു വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ പീൽ ഓഫ് മാസ്ക് അടിപൊളി പീൽ ഓഫ് മാസ്ക് ആയിരുന്നു കേട്ടോ. മുഖത്തെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മുഖത്തെ ടാനൊക്കെ റിമൂവ് ആയിട്ട് നല്ലൊരു ഗ്ലോ കിട്ടിയ പോലെയായിരുന്നു. എന്താ പറയുക, അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള പീൽ ഓഫ് മാസ്ക് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ എടുത്ത് പറയാൻ ഇരിക്കാൻ പറ്റില്ല, അത്രയും നല്ലൊരു പീൽ ഓഫ് മാസ്ക് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പ്ലോട്ടിങ് ഫേസ് സ്ക്രബാണ്. അത് നല്ലൊരു ഫേസ് സ്ക്രബായിരുന്നു കേട്ടോ. നമ്മൾ നന്നായി മുഖത്ത് സ്ക്രബ് ചെയ്യണം. എന്താ കവിളും. പിന്നെ നമ്മളെപ്പോഴും എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും കഴുത്തിൽ യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്ത് ക്രീം യൂസ് ചെയ്യുകയാണെങ്കിലും അപ്പം നമ്മുടെ കഴുത്തും കൂടി നമ്മൾ ചെയ്യണം. മുഖം ചെയ്യണ പോലെ തന്നെ കഴുത്തും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. സ്ക്രബ് നമ്മൾ കഴുകി കളയല്ല ചെയ്യേണ്ടത്. നമ്മൾ നന്നായിട്ട് അതൊരു കോട്ടൺ വെച്ചിട്ടോ എന്തെങ്കിലും ടിഷ്യൂസ് വെച്ചിട്ട് എന്തെങ്കിലും വൈപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ.